തണുത്തത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അലർജിയുടെ ബുദ്ധിമുട്ട് കൂടുന്നുണ്ടോ? ചില ആളുകൾക്ക് തണുപ്പുള്ളത് കഴിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ അലർജിയുടെ ഭാഗമായിട്ട് തുമ്മലും മൂക്കൊലിപ്പൊക്കെ നന്നായിട്ട് കൂടാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ തണുത്ത എയർ നമ്മുടെ മൂക്കിലേക്ക് വരുമ്പോൾ മൂക്കിലെ സ്ഥലങ്ങളൊക്കെ കൂടുതലായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസനാളിയിലൊക്കെ കൂടുതലായിട്ട് ഇറിറ്റേഷൻ വരികയും തുമ്മലും മൂക്കൊലിപ്പൊക്കെ കൂടാനും ഇത് കാരണമാവുന്നുണ്ട്. അടുത്തതായിട്ട് തണുത്തത് കഴിക്കുമ്പോൾ അതുപോലെ തണുപ്പിൽ നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ ആണ് അലർജി കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ഈ ഇൻഫ്ലമേഷൻ കൂടുതലാവാൻ ഇത് കാരണമാവുന്നുണ്ട്. ഈ ഇൻഫ്ലമേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ കഫം കൂടുതൽ ഉണ്ടാവാനും അതുപോലെ തുമ്മലും മൂക്കൊലിപ്പൊക്കെ കൂടാനും ഇത് കാരണമാവുന്നു. അതുപോലെ തന്നെ തണുത്ത വായു നമ്മൾ മൂക്കിലൊക്കെ തട്ടുമ്പോൾ മൂക്കിനകത്തുള്ള ഞരമ്പുകൾ ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മൂക്കല് തുമ്മലിപ്പൊക്കെ ഇങ്ങനെ തണുപ്പുള്ള സമയത്ത് കൂടുതലായിട്ട് വരുന്നത്. മാത്രമല്ല തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോൾ മൂക്കിനകത്തൊക്കെ കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറയാനും അതുവഴി തന്നെ ഞരമ്പുകളൊക്കെ കൂടുതലായിട്ട് ആക്റ്റീവ് ആവുന്നത് വഴി തന്നെ നമ്മുടെ തുമ്മലും മൂക്കിലിപ്പൊക്കെ കൂടാൻ ഇത് കാരണമാവുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തണുപ്പുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര പോകുകയാണെങ്കിൽ മാസ്ക് ധരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുവഴി തന്നെ നമുക്ക് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന എയർ അധികം തണുപ്പില്ലാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അത് കുറച്ച് ചൂടുള്ളതായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുക. മൂക്കിടക്കിടക്ക് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ വാഷ് ചെയ്യുന്നത് നല്ലതാണ്. ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് നിങ്ങൾ പെട്ടെന്ന് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് കൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. എന്നാലും നിങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അലർജിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. പ്രോപ്പർ ആയിട്ടുള്ള അലർജി ടെസ്റ്റുകൾ ചെയ്യുക. അലർജി കൊണ്ട് തന്നെയാണോ അല്ലെങ്കിൽ നോൺ അലർജിക് റൈനൈറ്റിസ് കൊണ്ടാണോ എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ്. പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ തണുപ്പുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇന്ന് തന്നെ ഷെയർ ചെയ്തോളൂ കേട്ടോ.